ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ പുതിയ നിയമ രക്ഷയുടെ ഉപദേശം എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ നിത്യജീവന്റെ മൊഴികൾ എന്ന വചന പരമ്പരയിൽ അടിയന് പ്രസംഗിക്കുവാൻ ദൈവം ഇടയാക്കിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഇതിന് അവസരം തന്ന എല്ലാ അഡ്മിന്മാരോടുമുള്ള നന്ദിയെ ഈ തരുണത്തിൽ അറിയിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ ഫേസ്ബുക്കിലും യൂട്യൂബിലും വാട്സപ്പിലും ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവജനങ്ങളെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഏക ദൈവ വിശ്വാസിയായ മോശയെ കുറിച്ചായിരുന്നല്ലോ. അതിന്റെ 4-ാമത്തെ ഭാഗമാണല്ലോ നമ്മളിനി ശ്രദ്ധിക്കുവാനായിട്ട് പോകുന്നത്. 4-ാമത്തെ ഭാഗത്ത് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്ന 3-ാം അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങളിലായിരുന്നു നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഒരു രക്ഷകന് വേണ്ടി അവർ കാത്തിരുന്നു എന്നുള്ളതാണ്, അല്ലെ? അവരുടെ പ്രാർത്ഥന ദൈവം കേട്ടു എന്നുള്ളതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അതായത് 2-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുകയാണ്. 2:23, അതായത് പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്. ഏറെ നാൾ കഴിഞ്ഞിട്ട് മിസ്രയീം രാജാവ് മരിച്ചു. ഇസ്രായേൽ മക്കൾ അടിമവേല നിമിത്തം നെടുവീർപ്പെട്ട് നിലവിളിച്ച് അടിമവേല ഹേതുവായുള്ള നിലവിളി സന്നിധിയിൽ എത്തി. ദൈവം അവരുടെ നിലവിളി കേട്ടു. ദൈവം അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും തനിക്കുള്ള നിയമം ഓർത്തു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, അല്ലെ? ആ തലമുറയെ ദൈവം ഓർക്കുന്നു എന്നുള്ളതാണ്. അബ്രഹാമിലൂടെ ആ ഒരു തലമുറയെ ദൈവം ഇന്നും ഓർക്കുന്നു എന്നുള്ളതാണ്, അല്ലെ? ഇന്നും ഇസ്രായേൽ ജനത്തെ ദൈവം സംരക്ഷിക്കുന്നു എന്നുള്ള കാഴ്ച നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്തുകൊണ്ടാണ് ആ പേരുകൾ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നു എന്നുള്ളതാണ്. ഏതാണ് ആ പേരുകൾ? അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്. അവരോട് ദൈവം നിയമം ചെയ്തിരുന്നു. ആ നിയമത്തെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിരുന്നു, അല്ലെ? അബ്രഹാമിനെ കുറിച്ചുള്ള നിയമം, അബ്രഹാമിന് കൊടുത്ത നിയമത്തെ കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു. അപ്പം അവർക്കെല്ലാം ദൈവം എന്ത് ചെയ്തു? ദൈവം അനുഗ്രഹിച്ച ഒരു തലമുറയായിരുന്നു അബ്രഹാമിന്റെ തലമുറ എന്ന് പറയുന്നത്. അപ്പൊ ആ തലമുറ ദൈവം ധാരാളമായി സ്നേഹിച്ചിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനമായ കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് തനിക്കുള്ള നിയമം ഓർത്തു. അപ്പൊ ദൈവം ഇവരോട് ഒരു നിയമം ചെയ്തിട്ടുണ്ട്. ആ നിയമം തക്ക സമയത്ത് ഓർത്തു എന്നുള്ളതാണ്. ആ തലമുറ കഷ്ടപ്പെടുന്നത് കണ്ടപ്പോൾ, ആ തലമുറ വേദനപ്പെടുന്നു എന്ന് കണ്ടപ്പോൾ ദൈവം അവരെ ഓർത്തു എന്നുള്ള കാര്യമാണ് അവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്, അല്ലെ? ഓർത്തു. ദൈവം നിങ്ങളെ ഓർക്കും. കാരണം ദൈവത്തിന് വേണ്ടി നിങ്ങൾ നിന്നിട്ടുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ നിശ്ചയമായി ഓർക്കുക തന്നെ ചെയ്യും. ഈ വചനം അതുപോലെ നമ്മളോട് സംസാരിക്കുകയാണ്. പ്രിയ ദൈവ സഹോദരങ്ങളെ, ദൈവം നമ്മളെ എന്ത് ചെയ്യുന്നു? ഓർക്കുന്നു എന്നുള്ളതാണ്, അല്ലെ? ഇസ്രായേൽ മക്കളെ എന്ത് ചെയ്തു? കടാക്ഷിച്ചു എന്ന് പറയുന്നു. അതായത് ദൈവം തന്റെ ജനത്തിന്റെ നിലവിളിയും ഞെരുക്കവും കേൾക്കുകയും അവരോട് മനസ്സലിവ് തോന്നുകയും ചെയ്തു എന്ന് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പൊ ദൈവത്തിന് ഒരു മനസ്സലിവുണ്ട്, അല്ലെ? ദൈവം എപ്പോഴും ജനത്തോട് മനസ്സലിയുന്ന ദൈവമാണ്. യെശയ്യാവിന്റെ പുസ്തകം 38:5 വായിക്കുമ്പോൾ, യെശയ്യാവിന്റെ പുസ്തകം 38:5 വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. അവിടെ കാണുന്നത് ഇങ്ങനെയാണ്. 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു. 5-ാമത്തെ വാക്യത്തിൽ, നീ ചെന്ന് ഹിസ്കിയാവിനോട് പറയേണ്ടത്, നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. അപ്പൊ ദൈവം ഈ ജനങ്ങളോടെല്ലാം, അതായത് ഇസ്രായേൽ ജനത്തോട് ഇടപെടുമ്പോഴെല്ലാം അവരുടെ പിതാക്കന്മാരുടെ പേരുകൾ പറയും, അല്ലെ? ദാവീദിന്റെ പേര് അവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, അല്ലെ? നമ്മളുടെ പേരും ദൈവം ഇങ്ങനെ വിളിക്കും. നമ്മുടെ തലമുറകൾ വേദനിക്കുന്നു എന്ന് കാണുമ്പോൾ, അതായത് ദൈവം എന്ത് ചെയ്യും? നമ്മുടെ പേരുകളും ദൈവം ഇങ്ങനെ വിളിക്കും. അങ്ങനെയാണ് ദൈവത്തിന്റെ വേണ്ടി നിന്നിട്ടുള്ള ആ തലമുറകളെ ദൈവം എന്നും ഓർക്കുമെന്നുള്ളതാണ് ദൈവത്തെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്, അല്ലെ? അവരുടെ നിലവിളി ദൈവം മറന്നില്ല.
കാരണം അബ്രഹാമിനെയും ഇസ്ഹാക്കിനെയും യാക്കോബിനെയും ദൈവം ഓർത്തു എന്നാണ് പറയുന്നത്. അവിടെ ദാവീദിനെ ഓർക്കുന്നു. ഹിസ്കിയാ രാജാവ് വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആരുടെ പേരാണ് പറയുന്നത്? ദാവീദിന്റെ പേരാണ് പറയുന്നത്. ദാവീദ് ദൈവത്തിന് വേണ്ടി നിന്ന ഒരു പാത്രമായിരുന്നു എന്നുള്ളതാണ് അവിടെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇനി 3-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, മോശ മിദ്യാനിലെ പുരോഹിതനും തന്റെ അമ്മയപ്പനുമായ യിത്രോവിന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അല്ലെ, കഴിഞ്ഞ അദ്ദേഹത്തെ നമ്മൾ പഠിച്ചു, ഒരു പുരോഹിതൻ തന്റെ മകളെ മോശയ്ക്ക് വിവാഹം ചെയ്തു കൊടുത്ത കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പഠിച്ചു. പക്ഷെ ഈ എപ്പിസോഡിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇവിടെ മോശ മിദ്യാനിലെ പുരോഹിതനും തന്നെ തന്റെ അമ്മയപ്പനുമായ യിത്രോവിന്റെ, അപ്പൊ യിത്രോവിന്റെ അമ്മായിയപ്പനുമായ യിത്രോവ് എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോ 2:18 നമ്മളത് കണ്ടു. അപ്പൊ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ ആടുകളെ മരുഭൂമിക്കപ്പുറത്ത് ദൈവത്തിന്റെ പർവ്വതമായ ഹോറേബ് വരെ കൊണ്ടുചെന്നു. അപ്പൊ എവിടെ ചെന്നു? അവൻ ആടുകളെ മരുഭൂമിക്ക് അപ്പുറത്ത് ദൈവത്തിന്റെ പർവ്വതമായ ഹോറേബ് വരെ കൊണ്ടുചെന്നു എന്ന് കൊണ്ടുചെന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവിടെ എഴുതിയിരിക്കുകയാണ്, അവിടെ യഹോവയുടെ ദൂതൻ മുൾപടർപ്പിന്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. ദൈവം വെളിപ്പെടുമ്പോൾ ദൈവത്തിന്റെ ദൂതന്മാരും പ്രത്യക്ഷപ്പെടും. ഇവിടെ യഹോവയുടെ ദൂതൻ ആദ്യം തന്നെ അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, അല്ലെ? അപ്പോ ദൈവത്തിന്റെ ദൂതൻ വെളിപ്പെട്ടു എന്നുള്ളതാണ്. അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവൻ നോക്കിയാറെ മുൾപടർപ്പ് തീ പിടിച്ചു. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മുൾപടർപ്പ് എന്ത് ചെയ്തു? തീ പിടിച്ച് കത്തുന്നതും മുൾപടർപ്പ് വെന്തു പോകാതിരിക്കുന്നതും കണ്ടു. അപ്പൊ തീയൊക്കെ സാധാരണ തീ പിടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എല്ലാം ആളി കത്തും. പക്ഷേ ഇത് മുൾപടർപ്പ് ഒന്നും കത്തുന്നില്ല, അല്ലേ? വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. തീ പിടിച്ച് കത്തുന്നത് കണ്ടു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. തീ പിടിച്ച് കത്തുക, അല്ലേ? അപ്പൊ ദൈവിക സാന്നിധ്യത്തെയാണ് ഇതെല്ലാം കാണിക്കുന്നത്, അല്ലേ? അപ്പൊ ദൈവിക സാന്നിധ്യം നിൽക്കുന്നിടത്ത് എന്ത് ചെയ്യും? വളരെയധികം വെളിച്ചവും പ്രകാശവും അതുപോലെ തന്നെ തീയുമൊക്കെ പ്രത്യക്ഷപ്പെടാം എന്നുള്ള കാര്യമാണ്. തീ പിടിച്ച് കത്തുന്നത് പോലെ. എന്നിട്ടും എന്ത് ചെയ്തില്ല? ആ മുൾപടർപ്പൊന്നും വെന്തു പോയിട്ടില്ല എന്നും അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അടുത്ത വാക്യത്തിൽ എഴുതിക്കണം, നോക്കേണ്ടതിന് അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ ദൈവം മുൾപടർപ്പിന്റെ നടുവിൽ നിന്ന് അവനെ മോശെ മോശെ എന്ന് വിളിച്ചു. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നോക്കേണ്ടതിന് അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ ദൈവം മുൾപടർപ്പിന്റെ നടുവിൽ അവനെ മോശെ മോശെ എന്ന് വിളിച്ചു. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മോശെ ഇതിനു മുമ്പ് ഇസ്രായേലിന്റെ പരിപാലകനായ യഹോവയായ ഇസ്രായേലിന്റെ ദൈവത്തെ, യാഹുവയെ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല? മോശ കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് മോശ കാണുവാനായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ ആ വിളി ആദ്യമായിട്ട് കേൾക്കുകയാണ്. അബ്രഹാമും ഇതുപോലെ ആയിരുന്നു. വിളി കേട്ടു, എന്ത് ചെയ്തു? ദേശത്തെയും ചാർച്ചക്കാരെയും വിട്ട്, പിതൃഭവനത്തെയും വിട്ട് തന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് താൻ പോയി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ മോശയും ഇവിടെ വിളിക്കുകയാണ്. ദൈവം നമ്മളെ കുറിച്ച് ഒരു പദ്ധതി ഉണ്ടെങ്കിൽ അവൻ നമ്മളെ നിശ്ചയമായി വിളിക്കും. നമ്മളെ കൊണ്ട് എന്താണ് അവൻ ചെയ്യിക്കുവാനുള്ള ജോലികൾ തക്ക സമയത്ത് അവൻ ആ പദ്ധതിയായി നമ്മുടെ മുമ്പിൽ കടന്നു വരും. മോശയുടെ ജീവിതത്തിലേക്ക് ഇതുവരെയും ദൈവിക സാന്നിധ്യവും വെളിപ്പാടുകളും അത്ഭുതങ്ങളിലൂടെ മാത്രമേ മോശ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇപ്പോൾ അവൻ നേരിട്ട് കർത്താവിനെ കാണുവാനുള്ള ഇതിലാണ് നിൽക്കുന്നത് എന്നുള്ള കാര്യമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അവനെ മോശെ മോശെ എന്ന് വിളിച്ചു. അതിനവൻ ഇതാ ഞാൻ എന്ന് പറഞ്ഞു. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളെല്ലാവരും ദൈവത്തിന്റെ മുമ്പിൽ എങ്ങനെയാണ്? ഇതാ എന്ന് അവൻ പറഞ്ഞു, ഞാൻ ഇതാ എന്ന് പറഞ്ഞു, അല്ലെ? അടിയൻ ഇതാ എന്ന് പറയുവാൻ മോശയ്ക്ക് കഴിഞ്ഞു. മോശ വിളിച്ചത് ആരാണ് എന്നുള്ള ബോധ്യം മോശയ്ക്ക് വന്നു കാണും. കാരണം മുൾപടർപ്പ് കത്തുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ അവൻ മനസ്സിലായത് ദൈവം ഇറങ്ങി വന്നിരിക്കുകയാണ്, തന്നോട് സംസാരിക്കുവാനായി ദൈവം ഇറങ്ങി വന്നിരിക്കുന്നു എന്നുള്ള കാര്യം അവന് മനസ്സിലായി എന്നുള്ളതാണ്. അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, അപ്പോൾ അവൻ ഇങ്ങോട്ട് അടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ
കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളയുക എന്ന് കൽപ്പിച്ചു. അപ്പൊ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്താണ്? കാലിലെ ചെരുപ്പ് അഴിച്ച് കളയുക എന്ന് കൽപ്പിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ വിശുദ്ധ സ്ഥലം, അത് ദൈവം ഇവിടെ പ്രത്യക്ഷപ്പെടുത്തുമ്പോ ആ സ്ഥലമെല്ലാം എന്താണ്? വിശുദ്ധ സ്ഥലമാണ്. അതുപോലെ തന്നെ മോശയുടെ കാര്യത്തിലും ഇതേ കാര്യം തന്നെയാണ് അവിടെ പറയുന്നത്, അല്ലെ? മോശയുടെ കാര്യത്തിലും ഇതേ കാര്യം തന്നെ പറയുകയാണ്. എന്താ? ഇത് വിശുദ്ധ സ്ഥലമാണ്, അതുകൊണ്ട് എന്ത് ചെയ്യണം? കാലിലെ ചെരുപ്പ് അഴിച്ചു കളയുക എന്ന് കൽപ്പിച്ചു. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പഴയ നിയമത്തിലെല്ലാം തന്നെ ദൈവത്തിന്റെ സാന്നിധ്യവും അതുപോലെ തന്നെ ദൈവത്തിന്റെ വെളിപ്പെടുന്ന സ്ഥലങ്ങളെല്ലാം എന്താണ്? വിശുദ്ധ സ്ഥലമാണ്. പുതിയ നിയമത്തിൽ അങ്ങനെ ഒരു വിശുദ്ധ സ്ഥലം എവിടെയാണ്? നമ്മുടെ ഹൃദയമാണ്. ദൈവം നമ്മുടെ ഹൃദയങ്ങളിലാണ് വസിക്കുവാൻ ആഗ്രഹിക്കുന്നത്, അല്ലെ? അങ്ങനെയാണ് പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിച്ചത്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരങ്ങളല്ലോ, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നില്ലയോ എന്ന് വളരെ വ്യക്തമായി പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അന്നത്തെ കാലത്ത് പഴയ നിയമത്തില് പ്രവാചകന്മാരുടെ ആരുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് വന്നു പോയി നിൽക്കുമെന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പോ അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനമായ കാര്യം എന്താണ്? ഇന്ന് പുതിയ നിയമ വിശ്വാസികൾ ഇവിടെയാണ്. ദൈവത്തിന്റെ മന്ദിരം എന്ന് പറയുന്നത് ആരാണ്? നമ്മൾ വിശ്വാസികളാണ്. ദൈവത്തിന് വേണ്ടി ദൈവത്തിനെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന ദൈവ പൈതൽ ദൈവത്തിന്റെ മന്ദിരമാണ്. ആ കാര്യം എന്ത് ചെയ്യരുത്? നമ്മള് മറന്നു പോകരുത്. ഈ വചനം അങ്ങനെ തന്നെയാണ് നമ്മളോട് സംസാരിക്കുന്നു എന്നുള്ളതാണ്, അല്ലെ? അപ്പൊ മോശ എന്ത് ചെയ്തു? വിശുദ്ധ സ്ഥലമായത് കൊണ്ട് എന്ത് ചെയ്തു? കാലില് ചെരുപ്പ് എന്ത് ചെയ്തു? അഴിച്ചു കളയുക എന്ന് അവനോട് കൽപ്പിച്ചു. ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായി നിന്റെ പിതാവിന്റെ ദൈവമാകുന്നു എന്ന് അവൻ അരുളി ചെയ്തു. അപ്പൊ പറഞ്ഞപ്പോൾ തന്നെ ആ പേര് ദൈവം പറയുന്നു മോശയോട്, അല്ലെ? മോശയുടെ ആ പേര് വിട്ടുകളയുന്നില്ല. മോശയുടെ ആ പേര് പറയുകയാണ്. അബ്രഹാമിന്റെ പേര് പറഞ്ഞു, ഇസ്ഹാക്കിന്റെ പേര് പറഞ്ഞു, യാക്കോബിന്റെ പേരും പറഞ്ഞു, അതുപോലെ തന്നെ യോസഫിന്റെ പേരും പറഞ്ഞ ശേഷം നിന്റെ പിതാവിന്റെ ദൈവമാകുന്നു എന്ന് അവൻ അരുളി ചെയ്തു. അപ്പോ ഇതിനെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? അബ്രഹാമിന്റെ തലമുറയോട് ദൈവത്തിന് പ്രത്യേകരമായ സ്നേഹമുണ്ട്. കാരണം എന്താണ്? അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് ഇവർ ദൈവത്തെ എന്ത് ചെയ്തു? ദൈവത്തിന് മുമ്പിൽ എന്ത് ചെയ്തു? തികവുള്ളവരായി വിശ്വാസത്താൽ നിലനിന്നത് കൊണ്ട് അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? ആ തലമുറയെ ദൈവം ഓർത്തു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട പ്രധാനമായ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മോശയ്ക്ക് അറിയില്ല ഇതാരാണ് പ്രത്യക്ഷപ്പെട്ടതെന്ന് മോശയ്ക്ക് അറിയില്ല. എങ്കിലും പറയാണ്, നിന്റെ പിതാക്കന്മാരുടെ ദൈവമാണ് ഞാനെന്ന് മോശെ ആദ്യം തന്നെ മനസ്സിലാക്കി കൊടുത്തു. അതിനുശേഷം മോശെ ദൈവത്തെ നോക്കുവാൻ ഭയപ്പെട്ട് മുഖം മൂടി. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ദൈവത്തെ നോക്കുവാൻ എന്ത് ചെയ്തു? മോശ ഭയപ്പെട്ട് എന്ത് ചെയ്തു? മുഖം മൂടി എന്നാണ് പറയുന്നത്. അപ്പം ദൈവത്തെ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പഴയ നിയമത്തില് മോശ പലവട്ടം ദൈവത്തെ കാണണമെന്ന് ആഗ്രഹിച്ചു. കാരണം പലവട്ടം ചോദിക്കുകയും ചെയ്തു, എനിക്ക് നിന്റെ മുഖം ഒന്ന് കാണണമെന്ന് പറഞ്ഞു. പക്ഷെ കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് മോശയ്ക്ക് വളരെയധികം വിഷമം ഉണ്ടായെങ്കിലും ദൈവം എന്ത് ചെയ്തു? നീ എന്നെ നേരെ നോക്കിയാൽ നീ മരിച്ചു പോകും എന്ന് പറഞ്ഞു, അല്ലെ? അപ്പൊ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പൊ പുതിയ നിയമത്തില് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ ശേഷം യോഹന്നാന് യേശുക്രിസ്തുവിനെ നോക്കുമ്പോ പറയുന്നുണ്ട്, അവിടെ എന്താണ്? അവനെ കണ്ടപ്പോൾ ഞാൻ മരിച്ചവനെ പോലെയായിരുന്നു, പക്ഷേ അവിടെ പറയുന്നു, ഞാൻ ഇന്നും ജീവനുള്ളവനായി നിന്റെ മുമ്പിൽ നിൽക്കുന്നു. എന്തുകൊണ്ടാണ്? കർത്താവ് ക്രൂശിൽ മരിച്ച് നമ്മുടെ മുമ്പിൽ ഇറങ്ങി വന്നു. ഇനി എന്ത് ചെയ്യുന്നില്ല? നമ്മുടെ മുമ്പിൽ ഒരു മറയില്ല, ആ മറ മാറി. അപ്പൊ ദൈവത്തിന്റെ മുമ്പിൽ ഒരു മറയുണ്ട്. മനുഷ്യനും ദൈവത്തിന് മുമ്പിൽ പഴയ നിയമത്തിൽ ഒരു മറയുണ്ടായിരുന്നു.
അല്ലേ? അതായത് ഒരു 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 കാണാൻ പറ്റാത്ത, അല്ലെങ്കിൽ ദൈവത്തെ മുഖാമുഖം കാണാൻ കഴിയാതെ വണ്ണം ഒരു മറയപ്പെട്ടിരുന്നു മനുഷ്യന് മുമ്പിൽ. കാരണം അഗ്നിജ്വാലയ്ക്കൊത്തുള്ള കണ്ണുള്ളവനായി വെളിപ്പാട് പുസ്തകത്തിൽ അവൻ വെളിപ്പെടുമ്പോൾ യോഹന്നാൻ മരിച്ചവനെ പോലെ ആയി എന്നിവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ എങ്കിലും എന്താണ്, അവൻ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നു, അല്ലേ? അപ്പൊ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ നമുക്ക് കർത്താവിനെ കാണുവാനായി സാധിക്കുന്നു എന്നുള്ള ഒരു സത്യം കൂടി അവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. യഹോവ അരുളി ചെയ്തു, 7-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, യഹോവ അരുളി ചെയ്തത്, മിസ്രൈമിലുള്ള എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. ഒഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ദൈവം അവരുടെ സങ്കടം കണ്ടു. ശ്രദ്ധിക്കണം, അബ്രഹാം, ഇസാക്ക്, യാക്കോബ് എന്നിവരുടെ തലമുറ അവിടെ പീഡിപ്പിക്കപ്പെടുന്ന കാഴ്ച ദൈവം കണ്ടു എന്ന് മോശയോട് പറയുകയാണ്, അല്ലേ? അപ്പൊ എന്നെയും നിങ്ങളുടെ ഒക്കെ വേദനകൾ ദൈവം കാണുന്നുണ്ട്. ദൈവം കാണാതെ, നിങ്ങൾ വിചാരിക്കും പലപ്പോഴും നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടിയില്ല, നിങ്ങളുടെ ഈ പ്രതിസന്ധികൾക്ക് ഒരു മാറ്റവുമില്ല, ദൈവം ഇതൊന്നും കാണുന്നില്ല എന്ന് നിങ്ങൾ പലപ്പോഴും ചിന്തിക്കുന്നുണ്ടായിരിക്കും, അല്ലെ പ്രിയ സഹോദരങ്ങളെ? പക്ഷെ നിങ്ങളെ കാണുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്, ഇന്നും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ശക്തനായി. കാരണം ഈ കഷ്ടം അനുഭവിക്കുന്ന ഇസ്രായേൽ ജനത്തിന്റെ വേദന അവൻ കാണുന്നു എന്ന് പറയുന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയജനമേ, നിങ്ങൾ ഏത് പ്രതിസന്ധികളിലൂടെ, ഏത് ദുഃഖത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും യേശു കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നുള്ള കാര്യം വളരെ ഉറപ്പായ കാര്യമാണ്. അവൻ നിങ്ങളുടെ വേദനകളെ അറിയുന്നു, നിങ്ങളുടെ നൊമ്പരങ്ങളെ അറിയുന്നു, നിങ്ങളുടെ വിഷമങ്ങളെ അറിയുന്നു. നിങ്ങൾ ഏത് പ്രതികൂലത്തിലാണെങ്കിലും അവിടുന്ന് നിങ്ങളെ വിടുവിക്കുവാൻ ശക്തനായ ദൈവത്തെയാണ് നിങ്ങൾ വിളിക്കുന്നതെന്ന് ഈ ദൈവവചനം വളരെ ശക്തിയായി പറയുന്നു. അപ്പോൾ വീണ്ടും നമ്മൾ മുന്നോട്ട് ചിന്തിക്കുമ്പോൾ അവരെ മിസ്രയീമിന്റെ കയ്യിൽ നിന്ന് വിടുവിപ്പാനും ആ ദേശത്ത് നിന്നും നല്ലതും വിശാലവുമായ ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക്, കനാന്യർ, ഹിജ്യർ, അമോര്യർ, പെരിസ്യർ, ഹിവ്യർ, യെബൂസ്യർ എന്നിവരുടെ സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോകാനും ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്, ഒരു പ്ലാൻ ഉണ്ട്. അതിനു വേണ്ടിയാണ് അവൻ ഇറങ്ങി വന്നിരിക്കുന്നത്. എന്തിനാണ്? പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് കൊണ്ടുപോകാൻ, അല്ലെ? വേദനിക്കുന്ന ഇസ്രായേൽ ജനത്തിന്, അല്ലെ, ഒരു സന്തോഷിക്കുവാനായി, അല്ലെങ്കിൽ ഒരു പാലും തേനുമുള്ള ഒഴുകുന്ന ഒരു ദേശം നൽകുവാനായി ദൈവം ഒരുങ്ങുന്നു എന്നുള്ളതാണ്. കാരണം ഇത് അബ്രഹാമിനോട് ചെയ്ത നിയമം, ഇസ്ഹാക്കിനോട് ചെയ്ത നിയമം, യാക്കോബിനോട് ചെയ്ത നിയമം. അപ്പൊ ഈ നിയമം ദൈവത്തിന്, ഞാൻ ആദ്യം തന്നെ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ദൈവം ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാറത്തില്ല. അവന്റെ വാക്കുകൾക്ക് ഒരു മാറ്റവും ഇല്ലാത്തവനാണ് നമ്മുടെ ദൈവം. ഇവിടെ അവൻ പറയുകയാണ്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ വന്നതാണ്, അല്ലെങ്കിൽ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന്. ദൈവം ഇറങ്ങി വന്നു. അപ്പോൾ 9-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ഇസ്രായേൽ മക്കളുടെ നിലവിളി എന്റെ അടുക്കൽ എത്തിയിരിക്കുന്നു. അപ്പൊ നിങ്ങളുടെയും ഞെരുക്കങ്ങൾ അവന്റെ അടുക്കൽ എത്തുന്നുണ്ട്, ഇല്ലെന്ന് നമുക്ക് പറയാതിരിക്കാൻ ഒക്കത്തില്ല. പ്രാർത്ഥനകൾ ചിലപ്പോൾ തടസ്സപ്പെടാമെന്ന് ദാനിയേലിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ദാനിയേലിന്റെ പ്രാർത്ഥന തടസ്സപ്പെടുത്തി, അല്ലെ? പിശാച് തടസ്സപ്പെടുത്തിയതായിട്ട് ദാനിയേലിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷെ എങ്കിലും ദൈവം അബ്രഹാമിനെ മറന്നില്ല, ഇസ്ഹാക്കിനെ മറന്നില്ല, യാക്കോബിനെ മറന്നില്ല. അതുകൊണ്ട് തലമുറയെ ഓർത്തു. ആ തലമുറയ്ക്ക് വേണ്ടി ഇന്നും വലിയ ചെയ്യുവാൻ തയ്യാറായി ദൈവം നിൽക്കുമ്പോൾ, ഇന്നെന്നെ കേൾക്കുന്ന പ്രിയജനമേ, നിങ്ങൾ തകർന്നാണോ ഇരിക്കുന്നതെങ്കിൽ, നിങ്ങൾ വേദനയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വഴികൾ ഒരുക്കി തരും. ഏത് പ്രതിസന്ധികളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിലും നിങ്ങളെ ദൈവം എന്ത് ചെയ്യും? നിങ്ങളുടെ വേദനകളെ അവൻ കാണുക തന്നെ ചെയ്യും. നിശ്ചയമായും ഈ വചനം അങ്ങനെ തന്നെ സംസാരിക്കുന്നു പ്രിയ സഹോദരങ്ങളെ.
അപ്പം എന്താണ് ഇസ്രായേൽ മക്കളുടെ നിലവിളി എൻ്റെ അടുക്കൽ എത്തിയിരിക്കുന്നു. നിങ്ങളുടെ നിലവിളിയും കർത്താവിന്റെ സന്നിധിയിൽ എത്തുമെന്നുള്ളതാണ് ഈ വചനങ്ങളൊക്കെയും നമ്മളോട് സംസാരിക്കുന്നു, അല്ലെ? അപ്പോ മിസ്രൈമ്യർ, അടുത്ത വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, മിസ്രൈമ്യർ അവരെ ഞെരുക്കുന്ന ഞെരുക്കവും ഞാൻ കണ്ടിരിക്കുന്നു. അപ്പൊ മിസ്രൈമ്യർ അവരെ ഞെരുക്കുകയായിരുന്നു. ആ ഞെരുക്കം എന്ത് ചെയ്യുന്നു? ദൈവം കാണുന്നു. അപ്പോൾ തന്നെ എഴുതിയിരിക്കുകയാണ്, 10-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ആകയാൽ വരിക, നീ എന്റെ ജനമായ ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ടതിന് ഞാൻ നിന്നെ ഫറവോന്റെ അടുക്കൽ അയക്കും. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്, അല്ലെ? ഫറവോന്റെ അടുക്കൽ അയക്കും. ഇവിടെ ശ്രദ്ധിക്കണം. കാരണം ആകയാൽ നീ എന്റെ ജനമായ ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ടത് ഞാൻ നിന്നെ ഫറവോന്റെ അടുക്കൽ അയക്കും. അപ്പം നിയോഗമാണ് മോശയ്ക്ക് തന്നെ പാത്രമായി നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രതിനിധിയായി നിന്നുകൊണ്ട് ജോലി ചെയ്യുവാനുള്ള, അല്ലെങ്കിൽ ആ ഒരു പദ്ധതിക്ക് വേണ്ടി ദൈവം അവനെ ഒരുക്കാൻ പോവുകയാണ്. വാഗ്ദത്തം കൊടുത്തു, അല്ലെ? അബ്രഹാമിന് വാഗ്ദത്തം കൊടുത്തു, അല്ലെ? നമ്മുടെ കണ്ടായിരുന്നു, നമ്മൾ അബ്രഹാമിനെ വാഗ്ദത്തം കൊടുത്തത് കണ്ടു. 100-ാമത്തെ വയസ്സിലാണ് തന്റെ വാഗ്ദത്തം എന്ത് ചെയ്തത്? ഫലപ്രാപ്തിയിലെത്തിയത്. അതിനു മുമ്പ് താൻ എന്തെല്ലാം കഷ്ടങ്ങളിലൂടെയും എന്തെല്ലാം പ്രയാസങ്ങളിലൂടെയും താൻ കടന്നുപോയല്ലേ? അപ്പൊ മോശയോടും ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞു. അപ്പൊ വാഗ്ദത്തങ്ങൾക്കൊക്കെ ഒരു ടൈമുണ്ട്. അത് നടക്കും, പക്ഷെ എന്ത് ചെയ്യും? ചിലപ്പോൾ വൈകാം. അബ്രഹാമിന്റെ ജീവിതത്തിലും വൈകിയാണ് അത് വന്നത്, അല്ലേ? ചിലർ പറയുന്ന അനുസരിച്ചാണെങ്കിൽ അബ്രഹാം പാപം ചെയ്തത് കൊണ്ടാണ് അബ്രഹാമിന് ഇത്രയും സമയം പോയത്. അതുകൊണ്ടല്ല, ദൈവത്തിന്റെ സമയം ആയിട്ടില്ല. ദൈവത്തിന്റെ സമയമാകുമ്പോൾ മാത്രമേ എന്ത് സംഭവിക്കുകയുള്ളൂ? ആ പദ്ധതികൾ നിറവേറത്തുള്ളൂ. അല്ലാതെ അബ്രഹാം പാപം ചെയ്തുകൊണ്ടാണെന്ന് നമുക്ക് പറയാൻ ഒക്കുവോ? അതുകൊണ്ട് തടസ്സങ്ങൾ വരുമോ? തടസ്സങ്ങൾ വരില്ല. കാരണം അതിനു മുമ്പ് എന്തെല്ലാം സംഭവിക്കുമെന്ന് ദൈവം അവന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അവനറിയാം. കാരണം നീ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഏതെല്ലാം വഴികളിലൂടെ പോകുന്ന അവൻ നേരത്തെ വാഗ്ദത്തം തരുന്നതിന് മുമ്പ് തന്നെ നിങ്ങളെ കുറിച്ച് അവൻ അറിയാം, അല്ലെ? നിങ്ങൾ ഏതെല്ലാം വഴികളിലൂടെ ഇപ്പൊ കടന്നു പോകുന്നു, നിങ്ങൾ ഏതെല്ലാം രീതികളിലൂടെ ഒക്കെ എന്ത് ചെയ്യും? ഏതെല്ലാം രീതികളിലൂടെ ഒക്കെ പോകുന്നൊക്കെ ദൈവത്തിന് നല്ല നിശ്ചയമാണ് നിങ്ങളെ കുറിച്ച്. എന്നിട്ട് ഈ വാഗ്ദത്തം നിങ്ങളെ ഏൽപ്പിക്കത്തുള്ളൂ. അതാണ് ദൈവത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. മോശയ്ക്കും ഇതേ കാര്യം തന്നെ ആവാം സംഭവിച്ചിട്ടുള്ളത്. നമുക്ക് ശ്രദ്ധിക്കുമ്പോൾ അല്ലെങ്കിൽ മുന്നോട്ട് വായിക്കുമ്പോൾ അതിന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, പ്രിയ സഹോദരങ്ങളെ. അപ്പോൾ നമ്മൾ മുന്നോട്ട് വായിക്കുമ്പോൾ അയക്കുകയാണ്, അടുക്കൽ അയക്കുമെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 3:11 എഴുതിയിരിക്കുകയാണ്, മോശ ദൈവത്തോട് ഫറവോന്റെ അടുക്കൽ പോകുവാനും ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കുവാനും ഞാൻ എന്ത് മാത്രമുള്ളൂ എന്ന് പറഞ്ഞു. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മോശ ദൈവത്തോട് പറയുകയാണ്, എന്താണ് പറയുന്നത്? ഫറവോന്റെ അടുക്കൽ പോകുവാനും ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ പുറപ്പെടുവിക്കാനും ഞാൻ എന്തുമാത്രമുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ മോശ തന്നെ പറയാണ്, മോശ ഒന്നിനും കൊള്ളത്തില്ല എന്നുള്ള അർത്ഥത്തിലാണ് അവൻ പറയുന്നത്. കാരണം ദൈവം അവനെ നേരത്തെ തന്നെ നിയോഗിച്ചിരിക്കുകയാണ്. അവന്റെ ജന്മം തന്നെ ഒരത്ഭുതമായിരുന്നു. ആ കാര്യമൊന്നും അവൻ ഓർമ്മയിലുണ്ടെങ്കിലും അവൻ പോരാ എന്നുള്ള ഒരു കൺസെപ്റ്റ് ആയിരുന്നു അവന്റെ മനസ്സിലുണ്ടായിരുന്നു. ഇന്ന് കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടായിരിക്കും നിങ്ങളെ കൊണ്ട് പോരാ എന്ന്. പക്ഷെ ദൈവത്തിന് അങ്ങനെയല്ല. നിങ്ങളെ കുറിച്ച് വലിയ വലിയ കാര്യങ്ങളായിരിക്കും ദൈവത്തിന്റെ മനസ്സിൽ. അവൻ നിങ്ങളെ കൊണ്ട് അത് പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. നിങ്ങളെ കൊണ്ട് അതിന് കഴിയത്തില്ലെങ്കിലും ദൈവം അത് പൂർത്തീകരിക്കും. അതാണ് മോശ ഇപ്പൊ പറഞ്ഞത്, ഞാൻ എന്തു മാത്രമേ ഉള്ളൂ, എനിക്ക് എന്നെ കൊണ്ട് പറ്റുമോ, എന്നെ കൊണ്ട് സാധിക്കുമോ? അത്രയും ജനങ്ങളെ വിടുവിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഫറവോന്റെ അടുത്ത് പോയിക്കൊണ്ട് എന്ത് ചെയ്യാനാ? മിസ്രയീം ജനങ്ങളെ പുറപ്പെടുവിക്കുവാനായിട്ട് ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിക്കാൻ ഞാൻ എന്തുള്ളൂ എന്നുള്ള കാര്യമാണ് മോശയ്ക്ക് പറയുവാനുള്ളത്.
12-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ അവിടെ എഴുതിയിരിക്കുകയാണ്, അതിനവൻ ഞാൻ നിന്നോട് കൂടെയിരിക്കും, നീ ജനത്തെ മിസ്രൈമിൽ നിന്നും കൂട്ടിക്കൊണ്ട് വരുമ്പോൾ നിങ്ങൾ ഈ പർവ്വതത്തിൽ ദൈവത്തെ ആരാധിക്കുമെന്നുള്ളത് ഞാൻ നിന്നെ അയച്ചതിന് അടയാളമാകും എന്ന് അരുളി ചെയ്തു. അപ്പൊ വളരെ വ്യക്തമായിട്ടൊരു കാര്യം എഴുതിയിരിക്കുകയാണ്. എന്താ എഴുതിയിരിക്കുന്നത്? അതിന് ഞാനൊന്നുമില്ല, എന്നെ കൊണ്ടൊന്നും നടക്കുകയില്ല, അതിനുള്ള കഴിവൊന്നുമില്ല എന്ന് മോശ പറഞ്ഞപ്പോ അതിന് ദൈവം പറഞ്ഞ മറുപടി എന്താണ്? അതിനവൻ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. അപ്പൊ ഇതിൽ കൂടുതൽ എന്ത് ഭാഗ്യം വേണം അല്ലെ? മോശയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭാഗ്യമാണ് ദൈവം കൂടെ ഇരിക്കും എന്ന് പറഞ്ഞ്. മോശക്കറിയാം തന്നെ കൊണ്ടതൊന്നും സാധിക്കുകയില്ലെന്ന്. അപ്പൊ ദൈവം പറയാണ് ദൈവം കൂടെ ഇരിക്കുമെന്ന്. നിന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ദൈവം നിങ്ങളോട് കൂടെയിരിക്കും. കാരണം നിങ്ങൾ ഏത് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ ഈ പ്രതിസന്ധി നിങ്ങളെ കൊണ്ട് തരണം ചെയ്യാൻ കഴിയുകയില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നിടത്ത് ദൈവം നിങ്ങളോട് പറയുന്നു ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കുമെന്ന്. ഈ വചനം വളരെ വ്യക്തമായിട്ട് നമ്മളോട് സംസാരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അതെ. അപ്പോ അടുത്ത വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ തന്നെ മോശയോട് പറയുകയാണ്, എന്താണ് മോശയെ അവിടെ നമ്മൾ കണ്ടത് എന്താണ്? ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, നീ ജനത്തെ മിസ്രൈമിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വരുമ്പോൾ നിങ്ങൾ ഈ പർവ്വതത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ ഈ പർവ്വതത്തിൽ ദൈവത്തെ ആരാധിക്കുമെന്നുള്ളത് ഞാൻ നിന്നെ അയച്ചതിന് അടയാളമാകും എന്ന് അരുളി ചെയ്തു. അപ്പൊ ഒരു അടയാളം കൂടി അവിടെ ദൈവം മോശയ്ക്ക് കൊടുത്തു. നീ ജനത്തെ മിസ്രൈമിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വരുമ്പോൾ നിങ്ങൾ ഈ പർവ്വതത്തിൽ ദൈവത്തെ ആരാധിക്കും. ആ പർവ്വതത്തിൽ എന്ത് ചെയ്യും? ദൈവത്തെ ആരാധിക്കുമെന്ന് മോശയോട് വാക്ക് പറഞ്ഞു. പക്ഷേ മോശ 13-ാമത്തെ വാക്യത്തിൽ മോശ ദൈവത്തോട്, ഞാൻ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ ചെന്ന് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവന്റെ നാമം എന്ത് എന്ന് അവരെന്നോട് ചോദിച്ചാൽ ഞാൻ അവരോട് എന്ത് പറയണമെന്ന് ചോദിച്ചു. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മോശ പറയുകയാണ്, അപ്പം ദൈവത്തിന്റെ പേര് അവർ ചോദിക്കും അല്ലെ? മോശ ദൈവത്തോട്, ഞാൻ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ ചെന്ന് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവന്റെ നാമം എന്തെന്ന് അവർ എന്നോട് ചോദിച്ചാൽ ഞാൻ അവരോട് എന്ത് പറയണമെന്ന് ചോദിച്ചു. അതിന് ദൈവം മോശയോട്, ഞാൻ ആകുന്നവൻ ഞാനാകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്നിങ്ങനെ നീ ഇസ്രായേൽ മക്കളോട് പറയണമെന്ന് കൽപ്പിച്ചു. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. മോശ ചോദിക്കുകയാണ്, ആര് പറഞ്ഞിട്ടാണ് വന്നതെന്ന് മോശയോട് ചോദിക്കുമെന്ന്. അപ്പൊ മോശ എന്താണ് പറയേണ്ടതെന്ന് പറഞ്ഞത്? ഞാനാകുന്നു എന്നുള്ളവൻ എന്നെ എന്ത് ചെയ്തേക്കുന്നു? നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്നു. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മോശയാണ് പഞ്ചഗന്ധ പുസ്തകങ്ങളെല്ലാം എഴുതിയ, ഉൽപ്പത്തി മുതലുള്ള പുറപ്പാട്, ലേവ്യ, സംഖ്യ പുസ്തകങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത് ആരാണ്? മോശ എഴുതിയതാണ്. അപ്പൊ മോശ ഒരിക്കലും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ദൈവത്തിന്റെ പേരിനെ കുറിച്ച് പറയുമ്പോൾ ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നാണ് അവിടെ പറഞ്ഞത്. അവിടെ ദൈവം 3 പേരുണ്ടെന്നോ അല്ലെങ്കിൽ 4മതൊരു വ്യക്തി കൂടി ഉണ്ടെന്നോ അല്ലെങ്കിൽ 2 വ്യക്തികൾ ഉണ്ടെന്നോ അല്ലെങ്കിൽ എന്താ പറയാ 3 ദൈവങ്ങൾ ഉണ്ടെന്നോ ഒന്നും മോശയോട് പറയുന്നില്ല. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പ്രിയ സഹോദരങ്ങൾ. അവിടെ എല്ലാം എന്താ പറയുന്നത്? ഞാനാകുന്നവൻ ഞാനാകുന്നു അല്ലെ? പല ആളുകളും ചിന്തിച്ചു കഴിയുമ്പോൾ തന്നെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തു, പഴയ നിയമത്തിൽ യഹോവ എന്ന പേരിൽ പിന്നീടാണ് മോശയ്ക്ക് പ്രത്യക്ഷപ്പെടുന്നത്. അന്നൊന്നും യഹോവ എന്ന പേരോ യാഹുവ എന്ന പേരൊന്നും അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പൊ അവിടുന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? ദൈവം എന്ന് പറയുന്നത് ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് സ്വയം വെളിപ്പെടുത്തിയവനാണ് ദൈവം. അവൻ ഏക സത്യ ദൈവമാണ്. അവൻ പുതിയ നിയമത്തിൽ മനുഷ്യനായി നമ്മുടെ മുമ്പിൽ വെളിപ്പെടുന്നു എന്നുള്ള കാഴ്ചയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു പ്രിയ സഹോദരങ്ങളെ.
അങ്ങനെ ഈ പുതിയ നിയമത്തിൽ യേശുക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് സ്വർഗത്തിലുണ്ടെന്ന് പല ആളുകളും പഠിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു രണ്ടാമൻ ഉണ്ടായിരിക്കണമല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു രണ്ടാമനും മൂന്നാമനും ഉണ്ടായിരിക്കണം. പക്ഷെ രണ്ടാമനെയും മൂന്നാമനെയും കുറിച്ച് അവിടെ രേഖപ്പെടുത്തുന്നില്ല. അവിടെ ഒരൊറ്റ കാര്യമേ പറയുന്നുള്ളൂ: ഞാനാകുന്നവൻ ഞാനാകുന്നു, എൻ്റെ കൂടെ വേറൊരു പുത്രനും ഒരു പരിശുദ്ധാത്മാവും ഉണ്ട് എന്ന് ദൈവം പറഞ്ഞു. ദൈവം പറഞ്ഞതായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. ഇല്ലാത്ത വചനങ്ങൾ കൂട്ടിച്ചേർക്കുകയാണ്. ദൈവം പറയാത്ത കാര്യങ്ങൾ അവിടെ കൂട്ടിച്ചേർക്കുകയാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഉള്ള മൂന്ന് വ്യക്തിത്വങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അല്ലെ? അവിടെ പലപരമായ തെറ്റായ പഠനങ്ങൾ ഇക്കാലങ്ങളിൽ വളരെയധികം ഉയർന്നു. അല്ലെ? ദൈവവചനത്തിൽ അങ്ങനെ ഒരു കാര്യം മോശ പഠിപ്പിച്ചിട്ടില്ല. ഞാൻ ആദ്യം തൊട്ടേ പറഞ്ഞു, മോശ എന്ത് ചെയ്തിട്ടില്ല? ഇതൊന്നും ജനങ്ങളെ എന്ത് ചെയ്തിട്ടില്ല? പഠിപ്പിച്ചിട്ടില്ല. കാരണം ദൈവം ഏകനാണ് എന്ന് തന്നെയാണ് മോശ ഇസ്രായേൽ ജനത്തെ നോക്കി, അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തോട് കേൾക്ക എന്ന് പറഞ്ഞിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് മറ്റൊരാൾ ഇല്ല എന്നുള്ള അർത്ഥത്തിലാണ് ഞാനാകുന്നവൻ ഞാനാകുന്നു, ഇല്ലേ, വേറൊരാളല്ല എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോ എന്ത് ചെയ്തേക്കുന്നു? അവന്റെ നാമം എന്തെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ അവരോട് എന്ത് പറയണമെന്ന് ചോദിച്ചു. 14-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ് അതിന് ദൈവം മോശയോട് ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്നിങ്ങനെ നീ ഇസ്രായേൽ മക്കളോട് പറയണമെന്ന് കൽപ്പിച്ചു. അപ്പൊ ഇസ്രായേൽ മക്കളോട് പറയണമെന്ന് കൽപ്പിക്കുകയാണ്. 15-ാമത്തെ വാക്യത്തിൽ ദൈവം പിന്നെയും മോശയെ അരുളി ചെയ്തതെന്നാൽ നീ ഇസ്രായേൽ മക്കളോട് ഇപ്രകാരം പറയണം: അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. ഇതെന്നേക്കും എൻ്റെ നാമവും തലമുറയായി എൻ്റെ ജ്ഞാപകവുമാകുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അല്ലെ? യഹോവ എന്ന വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നു. പിന്നീടാണ് പറഞ്ഞത്, എന്താ പറഞ്ഞത്? എൻ്റെ നാമം എന്താണ്? തലമുറയായി എൻ്റെ ജ്ഞാപകമാകുന്നു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ നിയമത്തിൽ നമുക്ക് ആ പേര് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. യഹോവ രക്ഷകനാണ് എന്ന് പഴയ നിയമ പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പോലെ തന്നെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തു രക്ഷകനായിട്ട് മാറുന്ന കാഴ്ച നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോ തൃത്വക്കാർ പറയുന്ന പോലെ രണ്ടാമത്തെ വ്യക്തി വന്നു എന്നാണ് അവർ പഠിപ്പിക്കുന്നത്. രണ്ടാമത്തെ വ്യക്തി വന്നു എന്നല്ല, ഞാൻ വന്ന് നിങ്ങളെ രക്ഷിക്കുമെന്ന് വളരെ വ്യക്തമായിട്ട് വചനങ്ങളിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുമ്പോൾ തന്നെ അവർ പഠിപ്പിക്കുകയാണ് രണ്ടാമത്തെ വ്യക്തി വന്ന് രക്ഷപ്പെടുത്തി എന്നുള്ള കാര്യത്തെക്കുറിച്ച്. ദൈവം ജഡത്തിൽ വെളിപ്പെട്ട യേശുക്രിസ്തു, അതായത് ദൈവം ജഡത്തിൽ വെളിപ്പെടുകയായിരുന്നു, യേശുക്രിസ്തുവായി മനുഷ്യനായി നമ്മുടെ മുമ്പിൽ വെളിപ്പെടുകയായിരുന്നു എന്നുള്ള സത്യം എന്ത് ചെയ്യരുത്? നമ്മൾ മറന്നു പോകരുത് എന്നുള്ളതാണ് ഈ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. കണ്ടോ? പിതാക്കന്മാരുടെ ദൈവമായ യഹോവ എന്നെ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്നു. ഇതെന്നേക്കും എൻ്റെ നാമവും തലമുറയായി എൻ്റെ ജ്ഞാപകവുമാകുന്നു എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 16-ാമത്തെ വാക്യത്തിൽ നീ ചെന്ന് ഇസ്രായേൽ മൂപ്പന്മാരെ കൂട്ടി അവരോട് ഈ അബ്രഹാമിന്റെ ഇസ്ഹാക്കിന്റെ യാക്കോബിന്റെ ദൈവമായി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ എനിക്ക് പ്രത്യക്ഷനായി കൽപ്പിച്ചത് ഞാൻ നിങ്ങളെയും മിസ്രയീമിൽ അവർ നിങ്ങളോട് ചെയ്യുന്നതിനെയും സന്ദർശിക്കുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തി. അപ്പൊ ദൈവം ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? സന്ദർശിക്കുന്നുണ്ട് എന്ന് അവരോട് പറയുവാനായിട്ട് പറയുകയാണ്. 17-ാമത്തെ വാക്യത്തിൽ മിസ്രയീമിലെ കഷ്ടങ്ങളിൽ നിന്ന് കനാന്യർ, ഹിദ്യർ, അമോര്യർ, പെരിസ്യർ, ഹിവ്യർ, എബൂസ്യർ എന്നിവരുടെ ദേശത്തേക്ക് തേനും ഒഴുകുന്ന ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് പറയുക. അപ്പൊ എന്താണ്? പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകുവാൻ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് പറയുക. ദൈവം നമ്മളെ കരുതുന്ന ദൈവമാണ്. നിങ്ങൾ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നുവെങ്കിൽ അവൻ നിങ്ങളെ കരുതുന്ന ദൈവമാണ്. അവൻ നിങ്ങളെ മറന്നു കളയുന്ന ദൈവമല്ല. നമ്മൾ വിളിക്കുന്ന ഏക സത്യ ദൈവം നമ്മളെ മറക്കുന്ന ദൈവമല്ല. അതെ, ദൈവവചനം അങ്ങനെ വളരെ ശക്തിയായിട്ട് നമ്മളോട് സംസാരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനമായ കാര്യം എന്ന് പറയുന്നത്. 18-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, എന്നാൽ അവർ നിന്റെ വാക്ക് കേൾക്കും, അപ്പോൾ നീയും ഇസ്രായേൽ മൂപ്പന്മാരും
മിസ്രയീം രാജാവിന്റെ അടുക്കൽ ചെന്ന അവനോട്, എബ്രായരുടെ ദൈവമായ യഹോവ ഞങ്ങൾക്ക് വെളിപ്പെട്ടു വന്നിരിക്കുന്നു. ആകയാൽ ഞങ്ങൾ 3 ദിവസത്തെ വഴി മരുഭൂമിയിൽ ചെന്ന് ഞങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിക്കട്ടെ എന്ന് പറയുവിൻ എന്ന് അവിടെ കാണുന്നു. എന്താണ്? എന്നാൽ അവർ നിന്റെ വാക്ക് കേൾക്കും. അപ്പോൾ നീയും ഇസ്രായേൽ മൂപ്പന്മാരും മിസ്രയീമിലെ രാജാവിന്റെ അടുക്കൽ ചെന്ന് അവനോട്, എബ്രായരുടെ ദൈവമായ യഹോവ ഞങ്ങൾക്ക് വെളിപ്പെട്ടു വന്നിരിക്കുന്നു എന്ന് പറയണം, അല്ലേ? ആകയാൽ ഞങ്ങൾ 3 ദിവസത്തേക്ക് വഴി മരുഭൂമിയിൽ ചെന്ന് ഞങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിക്കട്ടെ എന്ന് പറയുവിൻ എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ മിസ്രയീം രാജാവ് ഭുജബലം കൊണ്ടല്ലാതെ നിങ്ങളെ കൊണ്ടുപോകുവാൻ സമ്മതിക്കുകയില്ല എന്ന് ഞാൻ അറിയുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ കൈ നീട്ടി മിസ്രയീമിന്റെ നടുവിൽ ചെയ്യാനിരിക്കുന്ന അത്ഭുതങ്ങളൊക്കെയും അതിനെ ദണ്ഡിപ്പിക്കും. അതിന്റെ ശേഷം അവൻ നിങ്ങളെ വിട്ടയക്കും എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, അല്ലേ? ദൈവത്തിന്റെ കൈ എന്ത് ചെയ്യും? നീട്ടി മിസ്രയീമിന്റെ നടുവിൽ ചെയ്യാനിരിക്കുന്ന അത്ഭുതങ്ങൾ കൊണ്ടൊക്കെയും എന്ത് ചെയ്യും? അതിനെ ദണ്ഡിപ്പിക്കും. അതിന് ശേഷം അവൻ എന്ത് ചെയ്യും? നിങ്ങളെ വിട്ടയക്കുമെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 21-ാമത്തെ വാക്യത്തിൽ, ഞാൻ മിസ്രയീമ്യർക്ക് ഈ ജനത്തോട് കൃപ തോന്നുമാറാക്കും. നിങ്ങൾ പോരുമ്പോൾ വെറും കൈയായി പോരേണ്ടി വരില്ല. ഓരോ സ്ത്രീ താന്താന്റെ അയൽക്കാരത്തിയോടും വീട്ടിൽ അതിഥിയായി പാർക്കുന്നവരോടും വെള്ളിയാഭരണങ്ങളും പൊന്നാഭരണങ്ങളും വസ്ത്രങ്ങളും ചോദിച്ചു വാങ്ങി നിങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും ധരിപ്പിക്കുകയും മിസ്രയീമിനെ കൊള്ളയിടുകയും വേണം, അല്ലെ? മിസ്രയീമിനെ കൊള്ളയിടുകയും വേണം. അത് ദൈവിക നീതിയാണ്. പല ആളുകളും പഠിപ്പിക്കുന്നുണ്ട് യഹോവയുടെ ക്രൂരത്വമാണെന്നൊക്കെ ചിലര് പഠിപ്പിക്കുന്നുണ്ട്. അതൊക്കെ ഒരു പിശാചിന്റെ ഒരു തന്ത്രം എന്ന് പറയാതെ നമുക്കത് പറയാതിരിക്കാൻ ഒക്കുകയില്ല. കാരണം യഹോവയുടെ ക്രൂരതയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പല ആളുകളും പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ അത് ദൈവിക നീതിയാണ്, അത് ചെയ്യേണ്ടതാണ്. കാരണം ഇത്രയും നാളും ആ ജനത്തെ കൊള്ളയടിക്കുകയായിരുന്നു. അവർക്കുള്ള ശിക്ഷ കൂടിയാണ് എന്ത് ചെയ്യുന്നു? അവരുടെ എന്ത് ചെയ്യുന്നു? മിസ്രയീമിനെ കൊള്ളയിടുകയും വസ്ത്രങ്ങൾ ചോദിച്ചു വാങ്ങി പുത്രന്മാരും പുത്രിമാരെയും ധരിപ്പിക്കുകയും മിസ്രയീമിനെ കൊള്ളയിടുകയും വേണമെന്നും അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പം അത്ഭുതങ്ങൾ ചെയ്യുവാനായി ദൈവം തന്റെ കൈ നീട്ടും, അല്ലേ? നമ്മുടെ എന്നെ കേൾക്കുന്ന പ്രിയ ജനമേ, ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യുമ്പോൾ അവനവന്റെ കൈ നീട്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഇന്ന് നിങ്ങളുടെ ജീവിതങ്ങളിൽ ദൈവത്തിന്റെ ഒരു കരം ഇന്ന് ഇറങ്ങി വന്ന് നിങ്ങളെ വിടുവിക്കും. കാരണം നിങ്ങൾ വിളിക്കുന്നത് ഏക സത്യ ദൈവത്തെയാണെങ്കിൽ അവന്റെ കരം നിങ്ങളുടെ ഭവനങ്ങളിൽ ഇറങ്ങും. അവൻ നിങ്ങളെ സഹായിക്കുക തന്നെ ചെയ്യും. അവൻ നിങ്ങളെ സഹായിക്കുന്ന ദൈവമാണ്. ഇസ്രായേൽ ജനത്തെ സഹായിച്ചു മിസ്രയീമിൽ നിന്ന് വിടുവിക്കുവാനായിട്ട്, അല്ലെ? മിസ്രയീമിൽ നിന്ന് വിടുവിക്കുവാൻ, അവരുടെ പീഡനങ്ങളിൽ നിന്ന് വിടുവിക്കുവാനായിട്ട് ദൈവം ഇറങ്ങി വന്നു. അത്ഭുതങ്ങൾ ചെയ്യുന്ന കാഴ്ചകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ മുന്നോട്ട് വായിക്കുമ്പോൾ പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? അതിന് മോശെ, അവർ എന്നെ വിശ്വസിക്കാതെ എന്റെ വാക്ക് കേൾക്കാതെ യഹോവ നിനക്ക് പ്രത്യക്ഷനായിട്ടില്ല എന്ന് പറയും എന്ന് ഉത്തരം പറഞ്ഞു. മോശ വീണ്ടും ദൈവത്തോട് എന്ത് ചെയ്യണം? മറുതലിക്കുകയാണ്. കാരണം മോശയെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ കേൾക്കുക എന്നൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം. ഇതൊക്കെ ചെയ്യാനെന്ന് പറയുമ്പോൾ അവൻ വിചാരിച്ചിട്ട് ഇതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നുള്ള കാര്യം അവന് മനസ്സിലായി. പക്ഷെ കൂടെ ഇരിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടും അവന് എന്താണ് പറയുക? വലിയ പ്രത്യാശയൊന്നുമില്ല. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങൾ, ഇന്ന് നിന്റെ ജീവിതത്തിൽ പ്രത്യാശ ഇല്ലാതെ നീ ഇരിക്കുകയാണെങ്കിൽ ആ ദൈവത്തിലേക്കൊന്ന് കരങ്ങളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ അവൻ നിന്റെ പ്രത്യാശയും വിശ്വാസത്തെയും വർദ്ധിപ്പിച്ചു തരുന്നവനാണ്, അല്ലെ? കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ പറഞ്ഞ വർധനവിന്റെ ദൈവമാ. അവൻ നിങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കും, നിങ്ങളുടെ പ്രത്യാശയെ വർദ്ധിപ്പിക്കും. നിങ്ങൾ തകർന്നിരിക്കുകയാണെങ്കിൽ നിങ്ങൾ അവിടുന്ന് എഴുന്നേൽക്കുവാനുള്ള ശക്തി അവൻ തരും. കാരണം മോശ എന്തെല്ലാം പറഞ്ഞിട്ടും ദൈവം അവനുള്ള എല്ലാ മറുപടികളും കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, അല്ലെ? അവൻ പ്രത്യുത്തരം പറയുമ്പോഴും അല്ലെങ്കിൽ എന്താ പറയുക, തിരിച്ചു പറയുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്താണ്? അതിന് മോശ അവരെന്നെ വിശ്വസിക്കാതെ എന്റെ വാക്ക് കേൾക്കാതെ യഹോവ നിനക്ക് പ്രത്യക്ഷനായിട്ടില്ല എന്ന് പറയുകയും ഉത്തരം പറഞ്ഞു. 2-ാം വാക്യത്തില് യഹോവ അവനോട് നിന്റെ കയ്യിലിരിക്കുന്നത് എന്തെന്ന് ചോദിച്ചു. ഒരു വടി എന്നവൻ പറഞ്ഞു.
വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്കൊക്കെ എന്താണ്, ഈ കണ്ണിൽ കണ്ടാൽ മാത്രമേ നമ്മളൊക്കെ വിശ്വസിക്കത്തുള്ളൂ. നമ്മൾ ഒരിക്കലും ഈ പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കത്തില്ല, അല്ലെ? നമ്മളെല്ലാം തോമസ് അപ്പോസ്തലന്റെ ആൾക്കാരാണ്. അവന്റെ എന്താണ്, ആണിപ്പഴകളിൽ വിരലിടാതെ എന്ത് ചെയ്യത്തില്ല, ഞാൻ വിശ്വസിക്കത്തില്ല എന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചവനായിരുന്നു ആര്? തോമസ് അപ്പോസ്തലൻ. നീ എന്നെ കണ്ടു വിശ്വസിച്ചു, കാണാതെ വിശ്വസിക്കുന്നവരെന്താണ് അതിലേറെ ഭാഗ്യവാന്മാരെന്നാണ് യേശു കർത്താവ് പഠിപ്പിച്ചത്. അപ്പോ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മോശയും ഇതുപോലെയാണ്. തോമസ് അപ്പോസ്തലന്റെ സ്വഭാവമൊക്കെ താനും കാണിച്ചു. തനിക്ക് വിശ്വാസം പോരാ, അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? അവന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാനായിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അതിന് ആദ്യമായിട്ട് ചെയ്യുന്നത് എന്താണ്? യഹോവ അവനോട് നിന്റെ കയ്യിലിരിക്കുന്നത് എന്തെന്ന് ചോദിച്ചു. ആ ഒരു വടി എന്ന് അവൻ പറഞ്ഞു. അത് നിലത്തിടുക എന്ന് കൽപ്പിച്ചു. ഈ മോശയുടെ വിശ്വാസം വർദ്ധിപ്പിക്കാനുള്ള പരിപാടികളാണ് ചെയ്യുന്നത്, അല്ലെ? മോശയുടെ വിശ്വാസം ഇനി വർദ്ധിപ്പിക്കണം. കാരണം മോശയെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വലിയ കാര്യമാണ്. ഇതൊന്നും തന്നെ കൊണ്ട് നടക്കുകയില്ല. പക്ഷെ ദൈവം ഇവനെയാണ് കണ്ടിരിക്കുന്നത്. അപ്പൊ നിന്നെ കണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, എന്നെയും നിന്നെയും കണ്ട ദൈവം എന്ത് ചെയ്തില്ല? ഒരിക്കലും മറന്നു കളയുന്ന ദൈവമല്ല പ്രിയ സഹോദരങ്ങളെ. അവൻ നിങ്ങളെ കൊണ്ടൊരു പദ്ധതി ഉണ്ടെങ്കിൽ ആ പദ്ധതി പൂർത്തീകരിച്ചിട്ടേ അവൻ പോവുകയുള്ളൂ. അവൻ അത്ഭുതങ്ങളിലൂടെ, അടയാളങ്ങളിലൂടെ നിങ്ങളുടെ മുമ്പിൽ അത് വെളിപ്പെടുത്തുക എന്നുള്ളതാണ്, അല്ലെ? നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാലും അവൻ അവന്റെ ശക്തി അവൻ തെളിയിച്ച് കാണിക്കും. അവൻ നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുമെന്ന് അവൻ ഉറപ്പിക്കുന്ന ദൈവമാണ് നമ്മൾ വിളിക്കുന്ന ദൈവം എന്ന് പറയുന്നത്. അപ്പോ എന്നെ കേൾക്കുന്ന പ്രിയ ജനങ്ങൾ, ഈ ദിവസങ്ങളിൽ കർത്താവിന് വേണ്ടി നിങ്ങൾ നിന്നാൽ അവൻ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്ത ദൈവമാണ്. ഇവിടെ മോശയ്ക്ക് അത്ഭുതങ്ങളെ ചെയ്ത ദൈവം, ഇസ്രായേൽ ജനത്തിന് അത്ഭുതങ്ങളെ ചെയ്ത ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യാൻ പോവുകയാണ്. ആ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ പോവുകയാണ്. ഈ വചനം നിങ്ങൾക്ക് അതൊരു മുഖാന്തരമായി തീരാൻ പോവുകയാണ്. നിങ്ങൾ പ്രാർത്ഥിച്ച് വിശ്വസിച്ച് ഏറ്റെടുക്കുന്നുവെങ്കിൽ ഇതൊരു അനുഗ്രഹമായി തീരാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളുടെ ഒരു കുത്തിരക്കിന്റെ ദിവസങ്ങൾ വരാൻ പോകുന്നു. കർത്താവ് നിങ്ങളെ വിടുവിക്കുന്ന ദിവസങ്ങൾ വരാൻ പോകുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഏത് വേദനയിലാണെങ്കിലും, ഏത് പ്രയാസത്തിലാണെങ്കിലും, ഇന്ന് ഇസ്രായേൽ ജനത്തെ കണ്ട ദൈവം നിങ്ങളെയും കാണുന്നു എന്നുള്ളതാണ്. ദൈവം നമ്മോട് സംസാരിക്കുന്നു. ഏത് ഇതിലാണോ നിങ്ങൾ വീണിരിക്കുന്നത്, ഇനി നിങ്ങൾ ആ എതിരൊക്കെ പറയുന്നത് വിട. മോശയെ പോലെ എന്നാ പറഞ്ഞാലും ഈ എതിര് വിടുക. കാരണം കർത്താവേ, ഞാൻ ചെയ്യുവാൻ തയ്യാറാണ്. നിന്റെ പദ്ധതിക്ക് വേണ്ടി എന്നെ തയ്യാറാക്കണമേ എന്ന് നിങ്ങൾ തന്നെ സ്വയം പറയുമ്പോൾ അവൻ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങും. മോശ ഇതുപോലെ പറഞ്ഞു, എന്നെ കൊണ്ട് കൊള്ളില്ല, എന്നെ കൊണ്ട് അതിന് കഴിയില്ല എന്നവൻ പറഞ്ഞു. എങ്കിലും ദൈവം അവന് വേണ്ടി എന്താണ്? കൂടെയിരിക്കാം. അതുപോലെ നിങ്ങളുടെ കൂടെയും ദൈവം ഇരിക്കും. ആ ദൈവം വലിയവനായ ദൈവമാണ്. നിങ്ങളുടെ ഈ ദിവസങ്ങളിലെ പ്രാർത്ഥനകൾ, ഈ ദിവസത്തെ നൊമ്പരങ്ങൾ, അതെല്ലാം മാറുകയാണ്. പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുവാൻ പോവുകയാണ്. നിങ്ങൾ ഏത് വേദനയിലാണോ കഴിയുന്നത്, കർത്താവ് നിങ്ങളെ ഇന്ന് വിടുവിക്കാൻ പോവുകയാണ്. ഈ വചനം നിങ്ങൾക്ക് മുഖാന്തരമാകുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. മഹാപരിശുദ്ധനും നിത്യനുമായ ദൈവമേ, മോശയൊരുക്കിയ ദൈവമേ, ഈ ദിവസങ്ങളിൽ എന്നെ കേൾക്കുന്ന പ്രിയ ജനസമൂഹങ്ങളെ ഞാൻ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പിതാവേ. ഏത് വേദനകളിലൂടെ കടന്നു പോകുന്നെങ്കിൽ, ഏത് പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നെങ്കിൽ കർത്താവ് അവർക്ക് വേണ്ടി വലിയവ ഒരുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപ അവരോട് കൂടെയിരിക്കണം. കർത്താവ് അവരെ അനുഗ്രഹിക്കണം, അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൽ അഡ്മിന്മാരെ പ്രവർത്തിക്കുന്ന എല്ലാവരെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗികളായിട്ട് ഭാരപ്പെടുന്ന എല്ലാവർക്കും കർത്താവിന്റെ പൂർണ്ണ കരവും പൂർണ്ണ അത്ഭുതവും പൂർണ്ണ രോഗസൗഖ്യം അവർക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം എത്ര വലിയ മാരക രോഗമാണെങ്കിലും കർത്താവിന്റെ കരം അവരുടെ മേൽ വെച്ച് അവർക്ക് സൗഖ്യം നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപ അവരോട് കൂടെയിരിക്കണം. രാജ്യത്തെ അനുഗ്രഹിക്കണം, ദേശങ്ങളെ അനുഗ്രഹിക്കണം. കർത്താവിന്റെ കൃപ എല്ലാവരും കൂടെയിരിക്കണം. പ്രാർത്ഥന സ്വർഗം ശ്രദ്ധിച്ച് കിട്ടിയ സ്തോത്രം, മാനവ മഹത്വപ്പിച്ചെടുക്കണം. എല്ലാം യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള തിരുനാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ. സ്തോത്രം.